വയനാട് ഉരുൾപൊട്ടലിൽ മരണം 353 നേരത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചത് 215 മരണമെന്നാണ്. എങ്കിലും 353 എന്നതാണ് അനൗദ്യോഗികമായ വിവരം. ഇന്ന് മാത്രം 13 മൃതദേഹങ്ങളാണ് കിട്ടിയത്. 206ഓളം പേരെയാണ് ഇനിയും കാണാതായിരിക്കുന്നത്. ഈ 353 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ 30 പേർ കുട്ടികളാണ്. ഇന്നും ഇപ്പോൾ 13ഓളം മൃതദേഹങ്ങളാണ് കിട്ടിയത്. ഇതിനിടയിൽ രക്ഷാ സംഘത്തിന് രക്ഷാദൗത്യത്തിന് ഏർപ്പെട്ട 3 യുവാക്കളെ രക്ഷിക്കുക എന്നതിലേക്ക് പോലും എത്തേണ്ട സാഹചര്യമുണ്ടായി. അത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു. നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന 3 യുവാക്കളായിരുന്നു ഈ റഹീസും സാലിമും മൗസിനും. അതിൽ ഒരാളുടെ കുടുംബാംഗങ്ങൾ ഈ ദുരന്ത മേഖലയിൽപ്പെട്ടവരാണ്. അവരിൽ പലരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരെ അടക്കം തിരയുക എന്നതായിരുന്നു ഈ യുവാക്കളുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരതിന് തയ്യാറായി അവിടെ നിന്നിരുന്നു. അപ്പോഴും പോലീസും മറ്റു ബന്ധപ്പെട്ടവരുമൊക്കെ പറഞ്ഞിരുന്നത് അവർക്കൊപ്പം പോകാം, തൽക്കാലം ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകരുത് എന്നായിരുന്നു. പക്ഷേ ഈ യുവാക്കൾ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. ഇന്നലെ 1 മണിയോടെ അവർ പോയി എന്നാണ് പറയുന്നത്. പിന്നീട് അവർ ഈ പറയുന്ന ചെങ്കുത്തായ ഭാഗത്ത് പെട്ടുപോവുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് സാഹസികമായി 2 പോലീസുകാരും ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തിയും ചേർന്നവരെ രക്ഷിച്ചത്. പിന്നെ സൈന്യത്തിൻ്റെ സഹായത്തോടെയൊക്കെ അവരെ ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. 3 പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഒടുവിൽ അറിയുന്ന കാര്യങ്ങളും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായി ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന്. അത് നൽകുന്ന സൂചന എന്താണ് ഷഫീദ്? മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന തിരച്ചിൽ ആ പ്രധാന ജംഗ്ഷനിലാണ്. അതായത് ഇവിടെ നിന്ന് ഒരു നേരെ റോഡ് ആ ഭാഗത്തേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് ഉണ്ടായിരുന്നു. ആ റോഡ് വന്നിറങ്ങുന്ന സ്ഥലത്തേക്കാണ് ഒരു വലിയ പാറ വന്ന് പതിച്ച അവിടെ ഒരു പള്ളി അടക്കം പൊളിയുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ്. അവിടെ നമുക്കൊരു കാർ അടക്കമുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. അതായത് ഈ പള്ളിക്ക് തൊട്ട് സൈഡിലേക്ക് ഒരു കാർ വന്ന് അത് മുകളിലെ ഏതോ ആരുടെ ആണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അങ്ങനെ വന്ന് ഈ ഭാഗത്തേക്ക് അടിയുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇങ്ങനെ സമാനമായി ഈ പ്രദേശത്ത്, അതായത് ഈ പുഞ്ചിരിമട്ടം അതേപോലെ തന്നെ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി വാഹനങ്ങൾ ഇങ്ങനെ മണ്ണിനടിയിൽ പെടുകയും കഴിഞ്ഞ 2 ദിവസമായി ഇത് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വില കൂടിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഈ 2 ഭാഗത്തു നിന്നും ഇന്ന് ഇതേവരെ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ നിരവധി ആളുകൾ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം പഞ്ചായത്ത് അതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ പുഞ്ചിരിമട്ടത്തേക്കൊക്കെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് അവിടെ പുഞ്ചിരിമട്ടം പ്രദേശത്ത് മാത്രം നിലവിൽ 8ഓളം പേരെ കാണാനുണ്ട്. പക്ഷേ അവരെവിടെയെന്നറിയില്ല. അവർ ആ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ചുപേരെ ചാലിയാറിൽ നിന്നാണ് കണ്ടെത്തിയത്. പക്ഷേ അവർ ബാക്കിയുള്ളവർ എവിടെയെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഐബോർഡ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വരും മണിക്കൂറുകളിൽ നടക്കും, അതല്ലെങ്കിൽ നാളെ നടക്കും എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള ഡ്രോൺ സർവേ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഐബോർഡ് ഡ്രോൺ പരിശോധന നടക്കുമ്പോൾ ഈ മനുഷ്യ സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഈ മണ്ണുകൾ നീക്കിയുള്ള പരിശോധനയിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു സംശയം, വലിയ സംശയം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അഭിലാഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ പള്ളിയുടെ ഭാഗത്തേക്ക്, പള്ളിയുടെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് പതിക്കും. ആ ഭാഗത്തേക്ക് കല്ലുരുണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതും അതേ രീതി തന്നെയാണ്. അതായത് ഈ മുണ്ടക്കൈയിലെ പ്രധാന ജംഗ്ഷനാണിത്. ആ ജംഗ്ഷനിൽ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. ആ മസ്ജിദിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഇവിടെ നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒഴുകി വന്നത് ഒരു കർവായി വന്ന് ഈ ഭാഗത്തേക്ക് അടിയുകയായിരുന്നു. അപ്പോൾ ഈ ഉരുള് പൊട്ടി ഇങ്ങനെ താഴേക്ക് വന്നൊരു കർവായി ഈ ഭാഗത്തേക്കാണ് പതിച്ചത്. അപ്പോൾ ഇവിടെ കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള നാട്ടുകാരുടെ അടക്കം ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ തിരച്ചിൽ ഈ പ്രദേശത്ത് നടത്തുന്നത്. ഈ പള്ളിയുടെ ഭാഗത്തേക്ക്, ആ പള്ളിയുടെ ദൃശ്യം നമുക്കൊന്ന് കാണാൻ കഴിയും. ആ മസ്ജിദിന്റെ ഏതാണ്ട് 2ാം നിലയടക്കം വരെ ചെളി നിറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ പള്ളിയുടെ ഒരു ഭാഗം, ഒരു കോൺക്രീറ്റ് കട്ടടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് നടപ്പാക്കിയത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു കാറ് കാണാം. ആ കാറടക്കം ഇവിടെ നിന്ന് കണ്ടെടുത്തതാണ്. കുറച്ച് ഇടത്തേക്ക് തിരിക്കുകയാണെങ്കിൽ ഇവിടേക്ക് വന്ന് പതിച്ച ആ പാറക്കല്ല് നമുക്ക് കാണാൻ കഴിയും. അതൊരു വലിയ പാറക്കല്ലാണ്. ആ പാറക്കല്ല് അതിന്റെ സൈസ് അടക്കമുള്ള കാര്യങ്ങൾ വേണു നമുക്കത് കണ്ടാൽ മനസ്സിലാകും. ഈ വലിയ പാറക്കല്ലാണ് മുകളിൽ നിന്ന് ഉരുണ്ട ഈ ഭാഗത്തേക്ക്, അതായത് നമ്മുടെ ഈ മുണ്ടക്കൈ ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിയത്, അവിടെ അപകടമുണ്ടാക്കിയത്. ഏതായാലും ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തിരച്ചിൽ, അതാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം. അതേസമയം ഈ ഐബോർഡ് ഡ്രോൺ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴത്തേക്ക്, അത് നാളെ ഉണ്ടാകാനേ സാധ്യതയുള്ളത്. എപ്പോഴത്തേക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. നേരത്തെ രാവിലെ നമ്മൾ ഉച്ചവരെ നമ്മൾ നിന്നത് ഈ പുഞ്ചിരിമട്ടത്തായിരുന്നു. ആ പുഞ്ചിരിമട്ടത്ത് ഇതുവരെയും ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തില്ല. പക്ഷെ അവിടെ ഒരു കുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. പക്ഷെ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച്
കുറച്ച് വീടുകൾ ഇരുന്ന സ്ഥലത്ത് അവിടുത്തെ അവശിഷ്ടങ്ങളും അതേപോലെ തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് അവശിഷ്ടങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഏതായാലും ഈ മുണ്ടക്കൈയിലെ പരിശോധന ഈ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഈ പള്ളി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പള്ളി കേന്ദ്രീകരിച്ച് മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. നേരത്തെ ആദ്യഘട്ട പരിശോധനയിൽ കുറച്ച് ഭാഗം ഈ പള്ളിയുടെ കുറച്ച് ഭാഗം പരിശോധന നടത്തിയെങ്കിലും അന്ന് കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ശക്തമാണ്. കാരണം ആ ഉരുള് പൊട്ടുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നു. ഇവിടെയും കുറച്ച് ആളുകളുണ്ട് എന്നടക്കമുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. വേണു, ഒരിക്കൽ കൂടി ഈ പള്ളിയുടെ ഭാഗത്തേക്ക് തെറിച്ചു വന്ന കല്ല് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വേണു.